5:26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വിനാശത്തിൻ്റെ സമയം വളരെ സമീപത്താണ്. അതിനാൽ ഒരു ബാബയോട് സത്യമായ പ്രീതി വയ്ക്കൂ, ഏതെങ്കിലും ദേഹധാരിയോട് ആകരുത്. ചോദ്യം: ഏത് കുട്ടികൾക്ക് സത്യമായ പ്രീതി ഒരു ബാബയോട് ഉണ്ടായിരിക്കുമോ അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അവരുടെ ബുദ്ധിയോഗം ഏതെങ്കിലും ദേഹധാരിയുടെ നേർക്ക് പോവുകയില്ല. അവർ പരസ്പരം പ്രിയതമയും പ്രിയതമനും ആവുകയില്ല. ആർക്ക് സത്യമായ പ്രീതി ഉണ്ടോ അവർ സദാ വിജയിയാകുന്നു. വിജയിയാവുക എന്നാൽ സത്യയുഗത്തിലെ മഹാരാജാവും മഹാറാണിയും ആവുക എന്നർത്ഥം. പ്രീതബുദ്ധി സദാ ബാബയോടൊപ്പം സത്യത ഉള്ളവരായിരിക്കും. ഒന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ല. ദിവസവും അമൃതവേളയിൽ എഴുന്നേറ്റ് സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കും. ദത്തീജി ഋഷിയെ പോലെ സർവീസിൽ എല്ലുകൾ നൽകും. അവരുടെ ബുദ്ധി ലോകകാര്യങ്ങളിൽ അലയുകയില്ല. ഗീതം: അവൻ നമ്മളിൽ നിന്നും വേർപിരിയുകയില്ല. ഓം ശാന്തി. ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷണർ ഈ പ്രതിജ്ഞ ചെയ്യുന്നു. കാരണം അവരുടെ പ്രീതി ഒരു ബാബയുമായി യോജിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഇത് വിനാശത്തിൻ്റെ സമയമാണ്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, വിനാശം സംഭവിക്കുക തന്നെ വേണം. വിനാശകാലെ ആർക്ക് പ്രീതി ബാബയുമായി ഉണ്ടായിരിക്കുമോ അവർ വിജയം നേടും, അതായത് സത്യയുഗത്തിൻ്റെ അധികാരിയാകും. ശിവ് ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, രാജാവും വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു, പ്രജയും ആകുന്നു. എന്നാൽ പൊസിഷനിൽ വളരെയധികം വ്യത്യാസമുണ്ട്. എത്രത്തോളം ബാബയോട് പ്രീതി വയ്ക്കുമോ, ഓർമ്മയിലിരിക്കുമോ, അത്രയും ഉയർന്ന പദവി നേടും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വികർമ്മങ്ങളുടെ ഭാരം ഭസ്മമാകുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. ഇതെഴുതുന്നതിൽ ഭയത്തിൻ്റെ ഒരു കാര്യവുമില്ല. ബാബ പറയുന്നു, ഞാൻ സ്വയം പറയുകയാണ്, അവരുടെ വിനാശമുണ്ടാകും, പ്രീതബുദ്ധികളുടെ വിജയം ഉണ്ടാകും. ബാബ തീർത്തും ക്ലിയറായി പറഞ്ഞു തരുന്നു, ഈ ലോകത്തിൽ ആർക്കും തന്നെ പ്രീതിയില്ല, നിങ്ങൾക്ക് തന്നെയാണ് പ്രീതി. ബാബ പറയുന്നു, കുട്ടികളെ, പരമാത്മാവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും മഹിമ പ്രത്യേകം പ്രത്യേകം എഴുതൂ. അപ്പോൾ ഗീതയുടെ ഭഗവാൻ ആരാണ് എന്നത് സിദ്ധമാകട്ടെ. ഇത് ആവശ്യമാണല്ലോ. രണ്ടാമതായി ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനും പരംപിതാവാണോ അതോ ജലത്തിൻ്റെ നദികളാണോ? ജ്ഞാനഗംഗയാണോ അതോ ജലത്തിൻ്റെ ഗംഗയാണോ? ഇതാണെങ്കിൽ വളരെ സഹജമാണ്. മറ്റൊരു കാര്യം, എപ്പോഴാണോ എക്സിബിഷൻ നടത്തുന്നത് അപ്പോൾ ഗീതാ പാഠശാലക്കാർക്ക് ഏറ്റവും ആദ്യം ക്ഷണം നൽകണം. അവരാണെങ്കിൽ അനേകമുണ്ട്, അവർക്ക് വിശേഷിച്ച് ക്ഷണം നൽകണം. ആരാണോ ശ്രീമദ് ഭഗവത്ഗീതയുടെ അഭ്യാസം ചെയ്യുന്നത് അവർക്ക് ആദ്യം ക്ഷണം നൽകേണ്ടതാണ്. കാരണം അവർ തന്നെ മറന്നു പോയിരിക്കുന്നു, മറ്റുള്ളവർക്കും മറവി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ വിളിക്കണം, ഇപ്പോൾ വന്ന് ജഡ്ജ് ചെയ്യൂ, പിന്നെ എന്ത് മനസ്സിലായോ അത് ചെയ്യുക. അപ്പോൾ മനുഷ്യരും മനസ്സിലാക്കും, ഇവർ ഗീതയുടെ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവർ ഗീതയെക്കുറിച്ച് തന്നെയായിരിക്കും പ്രചരിപ്പിക്കുന്നത്. ഗീതയിലൂടെ തന്നെയാണ് സ്വർഗത്തിൻ്റെ സ്ഥാപനം ഉണ്ടായത്. ഗീതയ്ക്ക് വളരെയധികം മഹിമയുണ്ട്, എന്നാൽ ഭക്തിമാർഗത്തിലെ ഗീതയല്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സത്യം തന്നെയാണ് പറഞ്ഞു തരുന്നത്. മനുഷ്യർ ഏതൊരു അർത്ഥം പറയുന്നു അത് തികച്ചും തെറ്റാണ്. ആരും തന്നെ സത്യം പറയുന്നില്ല. ഞാൻ തന്നെയാണ് സത്യം പറഞ്ഞു തരുന്നത്. പരമാത്മാവിനെ സർവവ്യാപി എന്ന് പറയുന്നതും സത്യമല്ല. ഇവയെല്ലാം വിനാശമാകും.
കൽപ്പകൽപ്പങ്ങളിൽ ആവുകയും ചെയ്യുന്നു. നിങ്ങൾ ആദ്യം മുഖ്യമായ കാര്യം ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ പറയുന്നു, യൂറോപ്പ് വാസികളായ യാദവരുടേത് വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. വിനാശത്തിനു വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ കല്ല് ബുദ്ധികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നിങ്ങളും കല്ല് ബുദ്ധിയായിരുന്നു, ഇപ്പോൾ പവിഴ ബുദ്ധി ആകേണ്ടതുണ്ട്. പവിഴ ബുദ്ധി ആയിരുന്നു, പിന്നെ എങ്ങനെ കല്ല് ബുദ്ധിയായി? ഇതും അതിശയമാണ്. ബാബയെ പറയുന്നത് തന്നെ നോളജ്ഫുൾ, മേഴ്സിഫുൾ എന്നാണ്. പിന്നെ ആർക്കാണോ സ്വന്തം മംഗളം പോലും ചെയ്യാൻ അറിയാത്തത്, അവർ മറ്റുള്ളവരുടെ മംഗളം എങ്ങനെ ചെയ്യും? ആരാണോ നോളജ് ധാരണ ചെയ്യാത്തത്, അവർ പദവിയും അങ്ങനെയുള്ളതായിരിക്കും നേടുന്നത്. ആരാണോ സർവീസബിൾ, അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. അവരെ തന്നെയാണ് ബാബ സ്നേഹിക്കുകയും ചെയ്യുന്നത്. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് ആവുക തന്നെ ചെയ്യുന്നു. നമുക്ക് ബാബയോട് പ്രീതിയില്ലെങ്കിൽ പദവിയും ലഭിക്കുകയില്ല എന്നതുപോലും മനസ്സിലാക്കാത്ത പലരുമുണ്ട്. ഒന്നാം അമ്മയുടേതായാലും രണ്ടാം അമ്മയുടേതായാലും വിനാശകാലെ പ്രീതബുദ്ധി അല്ലെങ്കിൽ ബാബയെ ഫോളോ ചെയ്യുകയില്ലെങ്കിൽ പോയി കുറഞ്ഞ പദവി നേടും. ദൈവിക ഗുണങ്ങളും ആവശ്യമാണ്. ഒരിക്കലും അസത്യം പറയുവാൻ പാടില്ല. ബാബ പറയുന്നു, ഞാൻ സത്യമാണ് പറയുന്നത്. ആരാണോ എന്നോട് പ്രീതി വയ്ക്കാത്തത്, അപ്പോൾ പദവിയും ലഭിക്കുകയില്ല. പ്രയത്നിച്ച് 21 ജന്മത്തിൻ്റെ പൂർണ്ണ സമ്പത്ത് നേടണം. അപ്പോൾ എക്സിബിഷനിലും മേളയിലും ആദ്യം ഗീതാ പാഠശാലക്കാർക്ക് ക്ഷണം നൽകണം. കാരണം അവർ ഭക്തരാണല്ലോ. ഗീത പഠിക്കുന്നവർ തീർച്ചയായും കൃഷ്ണനെ ഓർമ്മിക്കുന്നുണ്ടാകും. പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. കൃഷ്ണൻ മുരളി ഊതി, രാധ പിന്നെ എവിടെ പോയി? സരസ്വതിക്ക് ബാൻജോ നൽകിയിരിക്കുന്നു, മുരളി പിന്നെ കൃഷ്ണന് നൽകിയിരിക്കുന്നു. നമ്മളെ അള്ളാഹു ജനിപ്പിച്ചു എന്ന് മനുഷ്യർ പറയുന്നു. പക്ഷേ അള്ളാഹുവിനെ അറിയുന്നില്ല. ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ്. ഭാരതത്തിൽ തന്നെയാണ് ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നത്. അവരുടെ ചിത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെടുന്നു. വളരെയധികം രാജാക്കന്മാരുടെയും മറ്റും സ്റ്റാച്യു പുറത്ത് വച്ചിട്ടുണ്ട്. അതിൽ പക്ഷികളും മറ്റും മാലിന്യം വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്മി നാരായണൻ്റെയും രാധാകൃഷ്ണൻ്റെയും മറ്റും എത്ര ഫസ്റ്റ് ക്ലാസ് സ്ഥാനത്താണ് ഇരുത്തുന്നത്. അവരെ മഹാരാജ, മഹാറാണി എന്ന് പറയുന്നു. കിങ് എന്നത് ഇംഗ്ലീഷ് വാക്കാണ്. എത്ര ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ക്ഷേത്രം നിർമ്മിക്കുന്നു. കാരണം ആ മഹാരാജാവ് പവിത്രമായിരുന്നു. യഥാ രാജാ റാണി തഥാ പ്രജ, എല്ലാവരും പൂജ്യരായിരുന്നു. നിങ്ങൾ തന്നെ പൂജ്യരും പിന്നെ പൂജാരിയുമാകുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യമാണ് ബാബയെ ഓർമ്മിക്കൂ. ബാബയെ ഓർമ്മിക്കുന്ന അഭ്യാസം ചെയ്യുന്നതിലൂടെ ധാരണയുണ്ടാകും. ഒന്നിനോട് പ്രീതിയില്ല എങ്കിൽ പിന്നെ മറ്റുള്ളവരുമായി യോജിക്കുന്നു. ഇങ്ങനെയുള്ള പെൺകുട്ടികളുമുണ്ട്. അവർ പരസ്പരം ഇത്രയും സ്നേഹിക്കുന്നു. ശിവ് ബാബയെ പോലും ഇത്രയും സ്നേഹിക്കുന്നില്ല. ശിവ് ബാബ പറയുന്നു, നിങ്ങൾക്ക് ബുദ്ധിയോഗം ഞാനുമായി ചേർക്കണമോ അതോ പരസ്പരം പ്രിയതമയും പ്രിയതമനും ആയി മാറണോ? പിന്നെ എന്നെ തീർത്തും മറന്നു പോകുന്നു. നിങ്ങൾക്ക് ബുദ്ധിയോഗം ഞാനുമായി യോജിപ്പിക്കണം. ഇതിൽ പ്രയത്നം തോന്നുന്നു. ബുദ്ധി മുറിയുന്നതേയില്ല. ശിവ് ബാബയ്ക്ക് പകരം രാവും പകലും അന്യോന്യം ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ബാബ പേര് കേൾപ്പിക്കുകയാണെങ്കിൽ ട്രേറ്ററായി മാറുന്നു. പിന്നെ അപകീർത്തി ചെയ്യുന്നതിലും വൈകിക്കുന്നില്ല. ഈ ബാബയെ അപകീർത്തി ചെയ്തുവെങ്കിൽ ശിവബാബയും ഉടൻ കേൾക്കും. ബ്രഹ്മാവിൽ നിന്നും പഠിച്ചില്ലെങ്കിൽ പിന്നെ ശിവബാബയിൽ നിന്നും പഠിക്കുവാനാകില്ല. ബ്രഹ്മാവില്ലാതെ ശിവബാബയ്ക്കും കേൾക്കുവാൻ സാധിക്കില്ല. അതിനാൽ പറയുന്നു, സാകാരത്തോട് പോയി ചോദിക്കൂ. പല നല്ല നല്ല കുട്ടികളുണ്ട്. അവർ സാകാരത്തെ അംഗീകരിക്കുന്നില്ല. ഇദ്ദേഹവും പുരുഷാർത്ഥിയാണ് എന്ന് മനസ്സിലാക്കുന്നു.
എല്ലാവരും പുരുഷാർത്ഥി തന്നെ. എന്നാൽ നിങ്ങൾക്ക് മാതാപിതാക്കളെയാണ് ഫോളോ ചെയ്യേണ്ടത്. ചിലരാണെങ്കിൽ മനസ്സിലാക്കിക്കുമ്പോൾ മനസ്സിലാക്കുന്നു, ചിലരുടെ ഭാഗ്യത്തിൽ ഇല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല, സർവീസബിൾ ആകുന്നില്ല. എന്നാൽ ബുദ്ധി ഒരു ബാബയിൽ വെക്കേണ്ടതുണ്ട്. എന്നിൽ ശിവബാബ വരുന്നു എന്ന് പറയുന്ന ധാരാളം പേർ ഇക്കാലത്ത് ഇറങ്ങിയിരിക്കുന്നു. ഇതിൽ വളരെയധികം സൂക്ഷിക്കണം. മായയുടെ വളരെയധികം പ്രവേശനം നടക്കുന്നു. ആരിലാണോ മുൻപും ശ്രീനാരായണനും മറ്റും വന്നിരുന്നത് അവർ ഇന്നില്ല. കേവലം പ്രവേശനത്തിലൂടെ ഒന്നും നടക്കുന്നില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, ബാക്കി എന്നിൽ ഇന്നയാൾ വരുന്നു, അത് വരുന്നു, ഇതെല്ലാം മായയാണ്. എൻ്റെ ഓർമ്മയെ ഉണ്ടായിരിക്കുന്നില്ല എങ്കിൽ പ്രാപ്തി എന്തുണ്ടാകും? ബാബയുമായി നേരിട്ട് യോഗം വയ്ക്കാത്തത് വരെയും പദവി എങ്ങനെ നേടും? ധാരണ എങ്ങനെ ഉണ്ടാകും? ബാബു പറയുന്നു, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. ബ്രഹ്മാവിലൂടെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിക്കുന്നത്. ബ്രഹ്മാവിലൂടെ തന്നെയാണ് സ്ഥാപനം ഉണ്ടായത്. ത്രിമൂർത്തിയും തീർച്ചയായും ആവശ്യമാണ്. ചിലരാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ ചിത്രം കണ്ട് അസ്വസ്ഥരാകുന്നു. ചിലർ പിന്നെ കൃഷ്ണന്റെ 84 ജന്മം കണ്ട് അസ്വസ്ഥരാകുന്നു. ചിത്രം കീറുകയും ചെയ്യുന്നു. ഇത് ബാബയാണ് ചിത്രം ഉണ്ടാക്കിച്ചത്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, മറന്നു പോകരുത്, കേവലം ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. ബന്ധനസ്ഥരും നിലവിളിക്കുവാൻ പാടില്ല. വീട്ടിലിരിക്കവേ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. ബന്ധനസ്ഥർക്കാണെങ്കിൽ കൂടുതൽ ഉയർന്ന പദവി ലഭിക്കുക സാധ്യമാണ്. കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നവൻ ഒരു ജ്ഞാനസാഗരൻ തന്നെയാണ്. സ്പിരിച്വൽ നോളജ് ഒരു ബാബയിലല്ലാതെ മറ്റാരിലുമില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം ഒരു പരംപിത പരമാത്മാവ് തന്നെയാണ്. ആ ഒന്നിനെ തന്നെയാണ് ലിബറേറ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഭയപ്പെടേണ്ട എന്ത് കാര്യമാണുള്ളത്? ബാബ കുട്ടികളെ മനസ്സിലാക്കിക്കുന്നു. കുട്ടികൾ പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സദ്ഗതി നേടും. സത്യയുഗത്തിലാണ് രാമരാജ്യം, കലിയുഗത്തിലല്ല. സത്യയുഗത്തിലാണെങ്കിൽ ഒരേ ഒരു രാജ്യമാണ്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളിലും നമ്പർ വൈസായാണ് ബുദ്ധിയിൽ ധാരണയാകുന്നത്. ആർക്കാണോ ധാരണ ആകാത്തത്, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയും. പദവി നേടുവാൻ സാധിക്കില്ല. വിനാശം സർവ്വതിൻ്റെയും സംഭവിക്കേണ്ടതുണ്ട്. ഈ വാക്ക് നിസ്സാരമാണോ? ശിവബാബ പറയുന്നു, വിനാശകാലെ പ്രീതബുദ്ധിയാകൂ. ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. ഇതിൽ നിങ്ങൾ അഥവാ പ്രീതി വയ്ക്കുകയില്ലെങ്കിൽ പദവിയും ലഭിക്കുകയില്ല. സത്യമായ ഹൃദയത്തിന്മേൽ പ്രഭു സംതൃപ്തമാകുന്നു. ദദീജി ഋഷിയുടെ ഉദാഹരണം പോലെ സേവനത്തിൽ എല്ലുകൾ കൊടുക്കണം. എപ്പോഴെങ്കിലും ആരിലെങ്കിലും ഗ്രഹപ്പിഴ ബാധിച്ചിരിക്കുന്നു എങ്കിൽ ലഹരിയും പറന്നു പോകുന്നു. പിന്നെ അനേകം പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനേക്കാൾ ലൗകികത്തിൻ്റെ അടുക്കലേക്ക് പോകാം. ഇവിടെയാണെങ്കിൽ ഒരു രസവുമില്ല എന്ന് മുഖത്തിലൂടെ പറയുന്നു. അവിടെയാണെങ്കിൽ നാടകം, സിനിമ തുടങ്ങിയവ നന്നായിട്ടുണ്ട്. ആരാണോ ഈ കാര്യങ്ങളിൽ ശീലമായി പോയവർ അവർക്ക് ഇവിടെ നിലനിൽക്കുവാൻ സാധിക്കില്ല. വളരെ പ്രയാസമാണ്. പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവിയും നേടുവാൻ സാധിക്കില്ല. സന്തോഷത്തിൽ ഇരിക്കേണ്ടതാണ്. ബാബ സ്വയം പറയുന്നു, രാവിലെ എഴുന്നേറ്റിരിക്കുന്നില്ല എങ്കിൽ രസമേ തോന്നുകയില്ല. കിടക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങൽ വരും. എഴുന്നേറ്റിരിക്കുന്നതിലൂടെ നല്ല പോയിന്റ്സ് വരും. വളരെയധികം രസം വരുന്നു. ഇപ്പോൾ ബാക്കി കുറച്ച് ദിവസങ്ങളാണുള്ളത്. നമ്മൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടിക്കൊണ്ടിരിക്കുന്നു ബാബയിൽ നിന്നും. ഇത് ഇരുന്ന് ഓർമ്മിച്ചാലും സന്തോഷത്തിൻ്റെ രസം കയറിയേനെ. രാവിലെ ചിന്തനം നടക്കുകയാണെങ്കിൽ പകലും സന്തോഷം നിലനിൽക്കും. അഥവാ സന്തോഷം നിലനിൽക്കുന്നില്ല എങ്കിൽ
തീർച്ചയായും ബാബയോട് പ്രീതബുദ്ധിയില്ല. അമൃതവേള ഏകാന്തതയിൽ നല്ലതാണ്. എത്ര ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും സന്തോഷത്തിൻ്റെ രസം കയറും. ഈ പഠനത്തിൽ ഗ്രഹപ്പിഴ ബാധിക്കുന്നു. കാരണം ബാബയെ മറക്കുന്നു. ബാബയിൽ നിന്നും സമ്പത്ത് നേടണമെങ്കിൽ മനസ്സാ വാച കർമ്മണ സർവീസ് ചെയ്യണം. ഈ സർവീസിൽ തന്നെയാണ് ഈ അന്തിമ ജന്മം ചിലവഴിക്കേണ്ടത്. അഥവാ മറ്റ് ലോക കാര്യങ്ങളിൽ മുഴുകുകയാണ് എങ്കിൽ പിന്നെ ഈ സർവീസ് എപ്പോൾ ചെയ്യുവാനാണ്? നാളെ നാളെ എന്ന് പറഞ്ഞ് മരിച്ചു പോകും. ബാബ വന്നിരിക്കുന്നത് തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഇവിടെയാണെങ്കിൽ യുദ്ധത്തിൽ എത്ര പേർ മരിക്കുന്നു, എത്ര പേർക്ക് ദുഃഖമുണ്ടായി കാണും. അവിടെയാണെങ്കിൽ യുദ്ധമോ മറ്റോ ഉണ്ടാകില്ല. ഇവയെല്ലാം പിന്നീടുള്ളതാണ്. എല്ലാം സമാപ്തമാകേണ്ടതുണ്ട്. നാഥനില്ലാത്തവർ ഇങ്ങനെ മരിക്കും. നാഥൻ്റേതായവർ ആരാണോ അവർ രാജ്യഭാഗ്യം നേടും. എക്സിബിഷനിലും മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിലൂടെ നമ്മുടെ തന്നെ ശരീരവും മനസ്സും ധനവും കൊണ്ട് തൻ്റെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭിക്ഷ യാചിക്കുന്നില്ല, ആവശ്യമേ ഇല്ല. അനേകം സഹോദരി സഹോദരന്മാർ ഒന്നു ചേർന്ന് രാജധാനി സ്ഥാപിക്കുന്നു. നിങ്ങൾ കോടികൾ സ്വരൂപിച്ച് തൻ്റെ വിനാശം ചെയ്യുന്നു. നമ്മൾ ചില്ലിക്കാശ് സ്വരൂപിച്ച് വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. എത്ര വണ്ടർഫുൾ കാര്യമാണ്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അമൃതവേളയിൽ ഏകാന്തതയിൽ ഇരുന്ന് ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ലോക കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഈശ്വരീയ സേവനത്തിൽ മുഴുകണം. ബാബയോട് സത്യമായ ഹൃദയം വയ്ക്കണം. പരസ്പരം പ്രിയതമയും പ്രിയതമനും ആകുവാൻ പാടില്ല. പ്രീതി ഒരു ബാബയുമായി ചേർക്കണം, ദേഹധാരികളുമായി അല്ല. വരദാനം: സർവശക്തികളുടെയും സമ്പത്തിനാൽ സമ്പന്നമായി ദാതാവാകുന്ന വിധാതാവും വരദാതാവുമായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ സർവശക്തികൾ കൊണ്ടും സമ്പന്നം ആയവർ, അവർ തന്നെയാണ് സമ്പന്നതയുടെയും സമ്പൂർണതയുടെയും സ്ഥിതിയുടെ സമീപത അനുഭവിക്കുന്നത്. അവരിൽ യാതൊരു ഭക്തിയുടെയും യാചനയുടെയും സംസ്കാരം എമർജാകുന്നില്ല. ബാബയുടെ സഹായം വേണം, ആശീർവാദം വേണം, സഹയോഗം വേണം, ശക്തി വേണം. ഈ വേണം എന്ന വാക്ക് ദാതാവും വിധാതാവും വരദാതാവുമായ കുട്ടികളുടെ മുന്നിൽ ശോഭിക്കുന്നതേയില്ല. അവരാണെങ്കിൽ വിശ്വത്തിലെ ഓരോ ആത്മാവിനും എന്തെങ്കിലുമൊക്കെ ദാനവും വരദാനവും നൽകുന്നവരായിരിക്കും. സ്ലോഗൻ: ഓരോ ആത്മാവിനും ഏതെങ്കിലുമൊക്കെ പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്ന വാക്കുകൾ തന്നെയാണ് സത്യവചനങ്ങൾ. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ആര് എത്ര തന്നെ കുലുക്കിയാലും താങ്കൾ അചഞ്ചലമായി ഇരിക്കൂ. പരിതസ്ഥിതിയാണോ ശ്രേഷ്ഠം, അതോ സ്വസ്ഥിതിയാണോ ശ്രേഷ്ഠം? എപ്പോഴെങ്കിലും പരിതസ്ഥിതി യുദ്ധം ചെയ്യുന്നില്ലല്ലോ. ചിന്തിക്കൂ, ഈ പരിതസ്ഥിതി പവർഫുള്ളാണോ അതോ സ്വസ്ഥിതി പവർഫുള്ളാണോ? അപ്പോൾ ഈ സ്മൃതിയിലൂടെ ദുർബലത്തിൽ നിന്നും ശക്തിശാലിയായി മാറും. ഏതുപോലെ തപസ്വിയായ നിങ്ങൾ ഏകരസസ്ഥിതിയിൽ ഏകാഗ്രമാകുന്നു. ഹഠയോഗികൾ പിന്നെ ഒരു കാലിൽ നിൽക്കുന്നു. അപ്പോൾ ഏകരസസ്ഥിതി എവിടെ? ഒരു കാലിൽ നിൽക്കുന്ന സ്ഥിതി എവിടെ? വ്യത്യാസമുണ്ടായല്ലോ. ഓം ശാന്തി. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായ ഞാൻ
അജർ, അമർ, അവിനാശി ആത്മാവാണ്. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരമധാമം ആകുന്ന എൻ്റെ വീട്ടിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു. ആദ്യത്തെ 2 യുഗങ്ങളിൽ ഞാൻ സമ്പൂർണ്ണ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജന്മങ്ങളിലൂടെ കടന്നുപോയി. കാരണം ഞാൻ ആ സമയം സർവഗുണ സമ്പന്നമായിരുന്നു. സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ആത്മാഭിമാനിയായിരുന്നു. എന്നാൽ ദ്വാപര യുഗം മുതലുള്ള എൻ്റെ ജീവിത യാത്രയിൽ ആത്മവിസ്മൃതി കാരണം എൻ്റെ ഈശ്വരീയ സമ്പത്തുകൾ നഷ്ടമാകുവാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും ഈ അതിശ്രേഷ്ഠമായ സംഗമയുഗത്തിൽ സർവശക്തിമാനായ പരമാത്മാവ് എനിക്ക് സത്യമായ ജ്ഞാനം നൽകിയിരിക്കുന്നു. ഞാൻ ദേഹമല്ല, ആത്മാവാകുന്നു. ശാന്ത സ്വരൂപമാകുന്നു. സ്നേഹ സ്വരൂപമാണ്. ആനന്ദ സ്വരൂപമാണ്. ആനന്ദം എൻ്റെ സ്വഭാവമാണ്. സുഖം എൻ്റെ സമ്പത്താണ്. ഞാൻ സത് ചിത് ആനന്ദ സ്വരൂപമാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി മാറുന്നു. ഇപ്പോൾ ഞാൻ ഈ ദേഹത്തു നിന്നും മാറി മുകളിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു തിളങ്ങുന്ന ജ്യോതിയായി ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ആകാശമണ്ഡലവും കടന്ന് പരംധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ സമ്പൂർണ്ണ ശാന്തിയുടെ ഈ ലോകം എൻ്റെ വീടാണ്. എൻ്റെ മുന്നിൽ സർവ ദുഃഖങ്ങളും ഹരിച്ച് സുഖം നൽകുന്ന ആനന്ദ സാഗരമായ
ശിവപരമാത്മാവിനെ കണ്ട് ഞാൻ ആനന്ദിതമാകുന്നു. ആരെയാണോ ഞാൻ ജന്മജന്മങ്ങളായി ഓർമ്മിച്ചത്, ആരുടെ ദർശനത്തിനാണോ ജന്മജന്മങ്ങൾ ഞാൻ ആഗ്രഹിച്ചത്, ആ ഈശ്വരൻ്റെ സമീപത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ബാബയുടെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. ബാബയുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിൽ ബാബയുടെ സമീപത്ത് ഇരിക്കുമ്പോൾ അളവറ്റ സുഖം ഞാൻ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ട ബാബ, അങ്ങ് എൻ്റേതാണ്. ബാബയും എന്നെ ബാബയുടെ പ്രിയപ്പെട്ട കുട്ടിയായി അതിയായി സ്നേഹിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഈ ഈശ്വരീയ സ്നേഹത്തിൽ ഈശ്വരൻ്റെ സുഖദായി കിരണങ്ങളുടെ, ആനന്ദദായി കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സമ്പന്നമാകുന്നു, സമ്പൂർണമാകുന്നു. ആത്മവിസ്മൃതിയുടെ ജീവിത യാത്രയ്ക്കിടയിൽ നഷ്ടമായ സർവ ഈശ്വരീയ സമ്പത്തും എനിക്ക് തിരികെ പ്രാപ്തമാകുന്നു. ഞാൻ ആനന്ദിതമായി ഈ ദിവ്യ അനുഭൂതിയാൽ സംതൃപ്തമായി സാകാര ലോകത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നു. ദൃശ്യപ്രപഞ്ചത്തിലേക്ക് തിരികെ വന്ന് എൻ്റെ സാകാര ദേഹത്തിലേക്ക് വന്ന് മസ്തകമധ്യത്തിൽ സച്ചിത് ആനന്ദ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.